ഇറാന് മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് റഷ്യ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മധ്യസ്ഥതയായിരിക്കും, പിന്നീട് അതൊരു കലഹത്തിലേക്ക് പോകുമോ? റഷ്യ അമേരിക്കയെ അല്ല, അതിപ്പോൾ അതിനെ വേറൊരു വിശാലമായ കാഴ്ചപ്പാടിൽ നോക്കണം. കാരണം അമേരിക്ക കുറേ അധികം കക്ഷികളുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെ, വെനസ്വേലയായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഗ്രീൻലാൻഡായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഇറാനായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്, ക്യൂബയായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നെ അവിടുത്തെ അമേരിക്കയിലെ തന്നെ റിസർവ് ബാങ്ക് ഗവർണറുമായിട്ടും കൂടി യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ട്രംപ് ഇങ്ങനെ ഓരോ ദിവസവും ഓരോരുത്തരുമായിട്ട് ഇങ്ങനെ യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഗ്രീൻലാൻഡിൻ്റെ കാര്യത്തിൽ ട്രംപ് ഇന്ന് പറഞ്ഞൊരു ന്യായീകരണം എന്താണെന്ന് അറിയാം. ഞാൻ ഗ്രീൻലാൻഡ് ഏറ്റെടുത്തില്ലെങ്കിൽ അത് റഷ്യയും ചൈനയോ ഏറ്റെടുക്കും. അങ്ങനെ റഷ്യയും ചൈനയും ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ പ്രദേശത്തെ ക്രമസമാധാനം ആകെ തകരും, രാഷ്ട്രത്തിൻ്റെ സന്തുലിതാവസ്ഥ തകരും. അതുകൊണ്ട് ഗ്രീൻലാൻഡിന് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ശരിയാണ്, ഞാനത് ഏറ്റെടുക്കുക തന്നെ ചെയ്യും. ഇറാനുമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇറാൻ ഈ അമേരിക്കയുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നതല്ല. ഷാ നിന്നിരുന്ന് അതിനുശേഷം ഖുമേനി വന്നതിന് ശേഷം നിൽക്കുന്നേയില്ല. മാത്രവുമല്ല, ഇറാൻ ഒരു ന്യൂക്ലിയർ ശക്തി കൂടിയാണ്. അവിടെ കൊണ്ട് ബോംബിട്ട് അതൊക്കെ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നീട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഇസ്രയേലിനോ ഇറാനോ അല്ല, അമേരിക്കക്കാണ്. കാരണം സമാധാനപൂർണ്ണമായിട്ട് കഴിയുന്ന ഒരു ഇറാൻ അമേരിക്കയുടെ അജണ്ടയിലില്ല. ഇറാൻ എപ്പോഴും ഒരു സംഘർഷ മേഖലയായിട്ട് നിൽക്കണം എന്നാണ് അവരാഗ്രഹിക്കുന്നത്. അതിന് അവർക്ക് അവരുടെ ന്യായീകരണങ്ങളുണ്ട്. ആ ന്യായീകരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കതാണ് ലാഭം. അമേരിക്കയെ നയിക്കുന്ന ഒരൊറ്റ സിദ്ധാന്തമുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ ലാഭം അവർക്ക് കിട്ടണം എന്നുള്ളതാണ്. അമേരിക്കക്കായിരിക്കണം ലാഭം എന്ന കാര്യത്തിൽ അമേരിക്കയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയും പരസ്പരം വൈരുദ്ധ്യത്തിലല്ല പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും യോജിപ്പാണ്. ലോകത്തിന് എവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും ലാഭം അമേരിക്കക്കായിരിക്കണം. അങ്ങനെ അമേരിക്കയ്ക്ക് ലാഭം കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ചെയ്യിക്കുന്നത്. അമേരിക്ക ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് ലാഭം ഉണ്ടാകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് വന്നു കഴിഞ്ഞാൽ റഷ്യ കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ ഒരു ബാലൻസ് ഓഫ് പവർ കിട്ടും എന്നാണ് ഇറാൻ ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ടാണ് ഇറാനുമായിട്ട് പണ്ട് മുതലേ തന്നെ അടുപ്പമുള്ള റഷ്യ അതിനകത്ത് ഇടപെട്ടിരിക്കുന്നത്. അപ്പോൾ റഷ്യയും കൂടി ഇടപെട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി അമേരിക്ക മാത്രം തീരുമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകില്ല. റഷ്യ പറയുന്നത് ഇറാനും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം ഞാൻ മധ്യസ്ഥത വഹിച്ചിട്ട് അവസാനിപ്പിക്കാം. അതിനവർ തയ്യാറുമാണ്. ഇതാണ് പറയുന്നത്. പക്ഷേ ട്രംപിൻ്റെ മധ്യസ്ഥതയിൽ അവസാനിക്കാത്ത ഒരു പ്രശ്നവും ലോകത്ത് അവസാനിക്കരുതെന്നാണ് ട്രംപ് ആഗ്രഹിക്കുന്നത്. കാരണം ട്രംപ് ഒരേ സമയം ലോകത്തിൻ്റെ മുന്നിൽ നിൽക്കുന്ന സമാധാന പ്രേമിയും ലോകത്തിലെ ഏറ്റവും വലിയ ആക്രമണകാരിയുമായിട്ട് വരാനാണ് ട്രംപിന് താല്പര്യം. കാരണം വെനസ്വേലയുടെ കാര്യം എടുത്തു നോക്ക്. ഒരു രാജ്യമാണല്ലോ അത്. അവിടെ ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരുന്നു. ഒരു ദിവസം നേരെ പോയിട്ട് ആ പ്രസിഡൻറ്റിനെ പൊക്കിയെടുത്തുകൊണ്ട് പോവുകയാണ്. എങ്ങനെയാ? ഈ രാവണൻ സീതയെ മോഷ്ടിച്ചുകൊണ്ട് പോയ രീതിയിലാണ് വന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത്. അല്ല, അതിന് അമേരിക്കയ്ക്കൊരു സിദ്ധാന്തമുണ്ട്. ആ സിദ്ധാന്തം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒക്കെ എന്ത് പഞ്ചാര വാക്കുവേണമെങ്കിലും പറഞ്ഞു, പക്ഷെ ലോകത്തെ എന്നും ഭരിക്കുന്നത് കയ്യൂക്കുള്ളവനാണ്. അമേരിക്കയ്ക്ക് ഇപ്പോൾ കയ്യൂക്കുണ്ട്. ആ കയ്യൂക്കൊണ്ട് അമേരിക്ക ഭരിക്കുകയാണ്. അപ്പോൾ വെനസ്വേല അവർക്ക് കീഴടങ്ങണം, ഗ്രീൻലാൻഡ് കീഴടങ്ങണം, ക്യൂബ കീഴടങ്ങണം, ഇറാൻ കീഴടങ്ങണം, അവരാഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളും കീഴടങ്ങണം. ഗ്രീൻലാൻഡിലോ ഇറാനിലോ ഒക്കെ ഇനിയും ആളുകൾ ഇടപെടണമെങ്കിൽ താൻ ടാരിഫ് കൂട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ട്രേഡ് വാറിന് ഒരു ജിയോ പൊളിറ്റിക്കൽ വാറായിട്ട് കൂടി പുള്ളി കൺവേർട്ട് ചെയ്തെടുത്തു. വ്യാപാര യുദ്ധമാണ് ശരിക്കുള്ള യുദ്ധം. അതിനെ പുള്ളി ഒരു ജിയോ പൊളിറ്റിക്കൽ വാറായിട്ട് കൂടി കൺവേർട്ട് ചെയ്തെടുത്തിട്ടാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ റഷ്യയുടെ എൻട്രി.
അപ്പോൾ റഷ്യയും കൂടി വന്നു കഴിഞ്ഞാൽ യുദ്ധം ചെറിയ രീതിയിൽ തുടങ്ങിയാലും ചെറിയ രീതിയിൽ അവസാനിക്കില്ല. മാത്രവുമല്ല, അക്കാര്യത്തിൽ ഇസ്രയേലിന് എന്തെങ്കിലും കാര്യമായി ചെയ്യേണ്ടി വരും. കാരണം റഷ്യയുടെ ശത്രുത കൂടി വരുത്തി വെച്ചുകൊണ്ട് ഇസ്രയേലിന് അവിടെ നിന്ന് പോകാനായിട്ട് അത്ര എളുപ്പം അല്ല അമേരിക്ക ഉണ്ടെങ്കിലും. കാരണം ഇസ്രയേലിന് ഒരു കാര്യമുണ്ട്, ഇസ്രയേൽ ഒരു യുദ്ധഭൂമിയായിട്ട് മാറാൻ അവർക്ക് താല്പര്യമില്ല. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ യുദ്ധഭൂമി ആയാലും ട്രംപിന് വിരോധമൊന്നുമില്ല. ട്രംപിന് പിന്നെ എന്താ ഉള്ളത്? ട്രംപിന് ആകെ ഉള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് യുദ്ധഭൂമി ആയാലും തനിക്ക് ലഭിക്കാനുള്ളതെല്ലാം കൃത്യമായിട്ട് ലഭിച്ചുകൊണ്ടിരിക്കണം എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. അമേരിക്കയുടെ താല്പര്യം, അമേരിക്കയുടെ ലാഭം, അമേരിക്കയുടെ നേട്ടം, അമേരിക്കയുടെ മേധാവിത്വം, ഇതാണ് ട്രംപിൻ്റെ ലക്ഷ്യം. മംദാനിക്ക് പോലും ഇതാണ് ലക്ഷ്യം. അതുകൊണ്ട് സയണിസത്തിൻ്റെ വിമർശിച്ചിരുന്ന മംദാനി ഇപ്പോൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു. കാരണം അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പറഞ്ഞുകൊണ്ട് ഒരുത്തനും നിലനിന്ന് പോകാൻ കഴിയില്ല. ഇന്ത്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തരത്തിലും നിലനിന്ന് പോകാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്ത്യയിലുണ്ട്. അതുവരെ ലോകത്തൊരു രാജ്യത്തുമില്ല. റഷ്യയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾക്ക് റഷ്യയിൽ നിൽക്കാൻ പറ്റില്ല. ചൈനയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ചൈനയിൽ നിൽക്കാൻ പറ്റില്ല. അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അമേരിക്കയിൽ നിൽക്കാൻ പറ്റില്ല. എന്താ കാര്യം? അമേരിക്കയുടെ താല്പര്യമാണ് ഡെമോക്രാറ്റുകളായാലും റിപ്പബ്ലിക്കൻ പാർട്ടികളായാലും അവരുടെ എല്ലാവരുടെയും പ്രൈമറി കൺസേൺ അമേരിക്കയുടെ താല്പര്യമാണ്. അത് ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് ഒരു മുസ്ലിം പശ്ചാത്തലം ഉണ്ടായിട്ട് പോലും ഒബാമ മറ്റേ അയാളുടെ പേര് ബിൻ ലാദൻ്റെ അടുത്ത് തയ്യാറായോ? ഒബാമയുടെ കാലത്തല്ലേ ബിൻ ലാദൻ അവിടെ നിന്ന് കൊല്ലുന്നത്. എന്നാൽ ഒബാമ ഒരു മുസ്ലിം പക്ഷപാതിയാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. സത്യമാണെന്നറിയില്ല. അയാൾക്ക് എന്തൊരു മുസ്ലിം ബറാക് ഹുസൈൻ ഒബാമ എന്നായിരുന്നു പേര്. അപ്പം മുസ്ലിം ബന്ധമുണ്ട്. അയാളുടെ അച്ഛനോ മറ്റോ ആഫ്രിക്കയിൽ നിന്ന് വന്ന് എന്തൊരു മുസ്ലിം ഫാമിലിയാണെന്ന്. പക്ഷെ അത്രയൊക്കെ ഉണ്ടായിട്ട് പോലും ലോകത്തുള്ള മുസ്ലിങ്ങളെല്ലാം മുസ്ലിം രാജ്യങ്ങളുടെ മുഴുവൻ സംരക്ഷണവും വൈകാരികമായ ബന്ധവും സൂക്ഷിച്ചിരുന്ന ഒബാമയെ അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി കൊല്ലാൻ മടിയുണ്ടായിരുന്നില്ല. ഞാൻ പറയുന്നത് അത് റിപ്പബ്ലിക്കൻസ് ആയാലും ഡെമോക്രാറ്റുകളായാലും ഒബാമയായാലും ട്രംപ് ആയാലും അവരുടെ രണ്ടുപേരുടെയും പ്രൈമറി കൺസേൺ അമേരിക്കയാണ്. അത് എല്ലാ ലോകത്തിലുള്ള മിക്കവാറും രാജ്യങ്ങളുടെയൊക്കെ പ്രത്യേകത അതാണ്. അവരുടെ രാജ്യത്തിൻ്റെ പ്രാഥമികമായ കടപ്പാട് ആ രാജ്യത്തോടാണ്. അതിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ നിലനിന്ന് പോകാൻ കഴിയില്ല. പക്ഷേ ഇന്ത്യയിൽ മാത്രമാണ് നമുക്കതിന് വ്യത്യസ്തമായൊരു കാര്യം കാണാൻ കഴിയുന്നത്. ഇന്ത്യയുടെ താല്പര്യത്തിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കൂടെ കൂടാനുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ്. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന് പറയുന്ന രീതിയിൽ അമ്മയെ തല്ലണം എന്നിട്ട് നമുക്ക് രണ്ട് പക്ഷം ഉണ്ടാക്കണം എന്ന് കരുതുന്നവരാണ് ഇവിടെ ഉള്ള ഈ കക്ഷികളിൽ ഇത്തരത്തിൽപ്പെട്ടവരിലധികം പേരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ കൂടി ചിത്രത്തിൽ വരുന്നതോടുകൂടി ഈ എന്താ പറയേണ്ട ശാക്തിക ചേരികളിലെ ബലാബലത്തിൽ ചെറിയ മാറ്റം വരും. ആ ചെറിയ മാറ്റം വെച്ചിട്ട് ഇപ്പോൾ ഇറാൻ ഇറാഖ് യുദ്ധം അവസാനിപ്പിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അമേരിക്കനകത്ത് നോട്ടമില്ല. ഇറാൻ്റെ താല്പര്യം എന്തായിരിക്കും? ഇസ്രായേലുമായിട്ടുള്ള ഞങ്ങളുടെ യുദ്ധം ഞങ്ങളിപ്പോൾ അവസാനിപ്പിച്ചോളാം, പക്ഷേ ഞങ്ങളുടെ ന്യൂക്ലിയർ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നായിരിക്കും. അമേരിക്കയുടെ താല്പര്യമോ ഇസ്രായേലിന് എന്ത് സംഭവിച്ചാലും നമുക്കൊന്നുമില്ല, പക്ഷേ ന്യൂക്ലിയർ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സംഘർഷം അവിടെ രൂപപ്പെടുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ ന്യൂക്ലിയർ താല്പര്യങ്ങൾ, ആ ഇറാൻ്റെ ന്യൂക്ലിയർ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ഇറാന് താല്പര്യം. ആ സമയത്ത് ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധം ഞങ്ങൾ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുക. എല്ലാ യുദ്ധങ്ങളും അവിടെ അവസാനിച്ചിട്ടുള്ള താൽക്കാലികമായിട്ടാണ്. ശാശ്വതമായിട്ട് ആ പ്രദേശത്ത് യുദ്ധം ഇന്ന് വരെ അവസാനിച്ചിട്ടില്ല. എപ്പോഴും ഏതെങ്കിലും താൽക്കാലികമായിട്ട് ഇപ്പോഴതിന് യുദ്ധം അവസാനിപ്പിക്കാൻ അവർ തയ്യാറാണ്. അതിനാണ് റഷ്യ ഇടപെടുന്നത്. റഷ്യയുടെ താല്പര്യം എന്താണ്? റഷ്യയുടെ താല്പര്യം എന്ന് വെച്ചാൽ ഈ ഇറാൻ പോലുള്ള ഒരു രാജ്യത്തെ തൻ്റെ കീഴിൽ നിലനിർത്തുക എന്നുള്ളതാണ്.
ഒരു ന്യൂക്ലിയർ സദ്യം നിർത്തിക്കഴിഞ്ഞാൽ അമേരിക്കൻ കടന്നുകയറ്റത്തെ തടയാനായിട്ട് ഇതിനൊരു പരിചയമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇസ്രയേലിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ എന്നും ഒരു ത്രെറ്റാണ്. എന്നും അവരൊരു ന്യൂക്ലിയർ ഫോഴ്സ് കൂടി ആയിക്കഴിഞ്ഞാൽ ആ ത്രെറ്റ് കൂടും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംഘർഷങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണത്. അത് എങ്ങനെ പോയി അവസാനിക്കും എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് ഏറെ നന്ദി. നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പിന്തുണയാണ് ഞങ്ങൾക്ക് കരുത്തേകുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ലൈവിൻ്റെ ലോഗോയിൽ ക്ലിക്ക് ചെയ്യുക, ചാനലിനുള്ളിലേക്ക് പ്രവേശിക്കുക, സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻ യഥാസമയം ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റുള്ളവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. ഇന്ത്യ ലൈവിൻ്റെ പുണ്യം എന്ന ആധ്യാത്മിക ചാനലുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ആധ്യാത്മിക സംശയങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ജ്യോതിഷം, വിശ്വാസം, അത് സംബന്ധിച്ചുള്ള വിവരങ്ങളും അതിനകത്ത് ലഭ്യമാകുന്നുണ്ട്. പുണ്യം എന്ന ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക.